യെസ്. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. ആഹ് ഒരുപാട് കമന്റുകളൊക്കെ കാണുന്നുണ്ട്. വളരെ റീസെന്റ് ആയി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വരാൻ പോകുന്ന SSC GD എക്സാമില് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ചെയ്തത്. അത് ചെയ്തപ്പോൾ തന്നെ ആ കമന്റ് ബോക്സിൽ എല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു. SSC GDക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, SSC GD 10ാം ക്ലാസ് ലെവൽ പരീക്ഷയാണ് ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലർ എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിലർ SSCനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്വാഭാവികമാണ്, നമ്മൾ കാലങ്ങളായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നൊരാൾ വന്ന് പറയുമ്പോൾ നമുക്ക് അയാളോട് ദേഷ്യം തോന്നും. ആ പരീക്ഷ നടത്തുന്ന ആളോടൊക്കെ ദേഷ്യം തോന്നാനുള്ള സാധ്യതയുണ്ട്, നോർമലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ജോലികൾ പോലെയൊന്നും അല്ല. നിങ്ങൾക്ക് BSF കിട്ടിയെന്ന് വിചാരിക്കുക. BSF കിട്ടിയിട്ട് നിങ്ങൾ ട്രെയിനിങ് ചെയ്തു. നിങ്ങൾ ട്രെയിനിങ് ചെയ്ത് എങ്ങനെ ഒരു 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 ഇൻട്രൂഡർ വന്നു കഴിഞ്ഞാൽ, ഒരു എനിമി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം പെട്ടെന്ന് എന്നാ പറയുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരാളെ ഡീൽ ചെയ്യാൻ പഠിച്ചു വന്നപ്പോഴേക്കും ഒരു മൂന്നാല് ആൾക്കാരേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇട്ടെറിഞ്ഞ് പോവാൻ പറ്റൂലല്ലോ. ഏത് സിറ്റുവേഷൻ വന്നാലും അത് ഡീൽ ചെയ്യാൻ പഠിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അപ്പം ആദ്യം ഉണ്ടാവേണ്ടത് മെന്റൽ സ്ട്രെങ്ത് ആണ്. ഈ മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾക്ക് പറ്റിയ പണിയാണോ യൂണിഫോം പോസ്റ്റ്? അല്ല. അത് ആദ്യം മനസ്സിലാവണം. അപ്പോ നിങ്ങളുടെ ജോലി ആവശ്യപ്പെടുന്ന ഒരു ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്, ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അത് നിങ്ങളെ അത് ആ മൈൻഡ് സെറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് പറഞ്ഞോ, അത് പഠിക്കാം. കാരണം ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും പഠിക്കണ്ടേ. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് അങ്ങനെ വെക്കുന്നത്, ബാക്കി എല്ലാവരും നോർമലായിട്ട് എഴുതിയാൽ മതി എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാം. പക്ഷെ എല്ലാവരും ഇതേ കടമ്പ കടക്കണമല്ലോ. ഇതുവരെ ഈ സാധാരണ പോലെ പഠിച്ച എല്ലാവരും മാറ്റം വരുത്തി പഠിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ വരാനിരിക്കുന്ന പരീക്ഷകൾ എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ പഠിച്ചാൽ മാത്രം മതി. പുതിയതായിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങളൊന്നും അപ്പൊ നിങ്ങളെ ബാധിക്കില്ല. ഇത്തവണത്തെ പരീക്ഷ അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ SSC GD പരീക്ഷയിൽ ഏതൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റുകൾ, ഏതൊക്കെയാണ് എളുപ്പമുള്ള ഷിഫ്റ്റുകൾ, ഏതൊക്കെയാണ് ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഷിഫ്റ്റുകൾ, അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ കാരണം വേറൊന്നുമല്ല, ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മളിടയിൽ തന്നെയാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ ഇതൊരു പാനിക് ആവാനുള്ള വീഡിയോ അല്ല, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള വീഡിയോ ഒന്നുമല്ല. ഉള്ള തെറ്റിദ്ധാരണകളൊന്ന് മാറ്റി വെക്കുക. അപ്പൊ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിനക്കൊരു 10 മാർക്ക്, നിനക്കൊരു 20 മാർക്ക്, അങ്ങനെ കൊടുക്കുന്ന മാർക്ക് അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ 15 മാർക്ക് കൂടുവോ, 20 മാർക്ക് കൂടുവോ, 30 മാർക്ക് കൂടുവോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോ ഒരു 30 മാർക്കൊക്കെ ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, ഒരു 30 ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനുള്ള മാർക്ക്. ഒരു 30 കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ 30 SSC തരികയായിരിക്കും ഒരിക്കലും എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് തരലല്ല നോർമലൈസേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ അതാദ്യം മനസ്സിലാവുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, പാസ് എന്ന് പറഞ്ഞ വാക്ക്, ആ വാക്കേ തെറ്റാണ്. നമുക്കിവിടെ പരീക്ഷ പാസ്സാവുക എന്നുള്ള ഒരു പരിപാടിയില്ല. പരീക്ഷ എഴുതിയവരിൽ ഏറ്റവും മുകളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരിപാടി അവിടെ ഇല്ല. ഓക്കെ, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, പാസ്സാവാൻ പറ്റുമോ എന്നുള്ളതല്ല, നമ്മളെ മാർക്ക് നല്ലതാണോ എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ഷിഫ്റ്റ് ഏതാന്ന് നോക്കുക, ഏതാണ് ഡേറ്റ്, എത്രാമത്തെ ഷിഫ്റ്റ് ആണ് എന്നുള്ളതൊന്ന് നോക്കുക. എന്നിട്ട് ആ ഷിഫ്റ്റ് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതായത് ഈ ഷിഫ്റ്റിൽ ഇത്രയാണ് ആവറേജ് മാർക്ക് വന്നത്, അപ്പം നിങ്ങളെ മാർക്കും ഏകദേശം ഇതിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത്രത്തോളം ഒക്കെ മാർക്ക് കൂടാൻ സാധ്യത ഉണ്ട്, ചിലപ്പോൾ ഈ ഷിഫ്റ്റിൽ മാർക്ക് കുറച്ച് കുറയാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ ഒരു അനാലിസിസ് നമ്മൾ നടത്തുകയാണ്. അപ്പൊ സമാധാനമാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വലിച്ചു നീട്ടുന്നത്. എനിക്ക് വേണേൽ വീഡിയോയിലേക്ക് നേരെ പോയിട്ട് ഇതിന് ഇത്ര മാർക്ക്, ഇതിന് ഇത്ര മാർക്ക്, ഇതിന് ഇത്ര മാർക്ക് എന്ന് പറയാം. അത് പറയാത്തത് നിങ്ങൾക്ക് ക്ഷമ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷമ കുറവാണ്. ക്ഷമ പഠിപ്പിക്കുക എന്നുള്ളതും കൂടെയാണ് മാത്സ് പഠിപ്പിക്കുന്നതിന്റെ കൂടെ എന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ പരമാവധി സ്ലോ ആയിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ. നിങ്ങൾ മറ്റേ 2x ഇട്ട് കാണരുത്. 2x ഇട്ട് കാണാൻ പാടില്ല, 1x തന്നെ കാണുക. ക്ഷമയും കൂടെ പഠിക്കുക, മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ. ആൻഡ് ഇത്തവണത്തെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മറ്റേ പ്രൊമോഷൻസ് ഇത്ര സമയം മുതൽ ഇത്ര സമയം മുതൽ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, അവന് വേണ്ടിയിട്ടാണ്. ഈ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ടേ ഉള്ളൂ, ടോപ്പിക് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരുപാട് ലേറ്റ് ആക്കാണ്ടിരിക്കുക. ലേറ്റ് ആക്കുന്നവരാണ് ഈ 40 മാർക്ക് 50 മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം പ്രൊമോഷൻ എന്ന് പറഞ്ഞ് മറ്റേ ടൈം ഇടുന്ന ഇതൊന്നും ശ്രദ്ധിച്ചോളാം, ടൈം ഒന്നും ഓർത്തുള്ള കേട്ടോ. റൈറ്റ്. അത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരാളെ പറയാനുണ്ട്. ടെന്റേറ്റീവ് ആൻസർ കീ. നിങ്ങളെ കയ്യിലൊക്കെ ഇപ്പൊ ഒരു മാർക്ക് ഉണ്ടല്ലോ. എനിക്ക് 60 മാർക്ക്, എനിക്ക് 50 മാർക്ക്, എനിക്ക് 40 മാർക്ക്, എനിക്ക് 90 മാർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ടെന്റേറ്റീവ് ആൻസർ കീ വഴിയുള്ള മാർക്കല്ലേ. അതായത് നിങ്ങൾക്ക് SSC ഒരു ആൻസർ കീ അയച്ചു തന്നിട്ട് അതിലുള്ള മാർക്ക് നിങ്ങൾ ചെക്ക് ചെയ്തല്ലേ. അപ്പൊ അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതൊന്നും നിങ്ങളെ ആക്ച്വൽ മാർക്ക് അല്ല. ടെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, മാറാൻ സാധ്യതയുള്ള മാർക്ക് എന്ന അർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കീ തന്നിട്ടുണ്ട്. എന്തിനാ ആൻസർ കീ തന്നെന്ന് അറിയാമോ? ഈ ആൻസർ കീയിലുള്ള 80 ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഈ 80 ക്വസ്റ്റ്യൻസിനും നിങ്ങൾ മാർക്ക് ചെയ്ത ഉത്തരവും SSC ശരിയാണെന്ന് പറയുന്ന ഉത്തരവും അതിനകത്ത് കിടക്കുന്നത്. ചില ഉത്തരങ്ങൾ തെറ്റായിരിക്കും. നിങ്ങൾ മാർക്ക് ചെയ്തതിൽ തെറ്റുണ്ടാവും, സ്വാഭാവികം. പക്ഷെ SSC സെലക്ട് ചെയ്ത ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായിരിക്കും. ചിലപ്പോൾ ചോദ്യം തെറ്റായിരിക്കും, ചിലപ്പോൾ ചോദ്യം മൊത്തത്തിൽ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോ SSC സെലക്ട് ചെയ്ത ഉത്തരം തെറ്റും, നിങ്ങൾ സെലക്ട് ചെയ്ത ഉത്തരം ശരിയും ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യന്റെ ശരിയുത്തരമാണെന്ന് SSC വിചാരിക്കുന്നത് A ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തതും A ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ടെന്റേറ്റീവ് ആൻസർ കീയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 2 മാർക്ക് അധികം കിട്ടി. പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ചെയ്തു നോക്കുമ്പോൾ B ആ കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ടെന്റേറ്റീവ് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾ അപ്പീൽ ചെയ്യും, B ആണ് ശരി. അപ്പൊ SSC അത് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ടെന്റേറ്റീവ് ആൻസർ കീ വരുന്നത്. അപ്പൊ മനസ്സിലായി എന്ത്? B ആണ് ശരി. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇപ്പൊ 2 മാർക്ക് കിട്ടിയല്ലോ. ആ 2 മാർക്ക് അവര് ഒഴിവാക്കും. എന്നിട്ട് ഈ B ശരിയാക്കിയ ആൾക്കാർക്ക് 2 മാർക്ക് കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, സെയിം ഷിഫ്റ്റിലുള്ള ആളുകൾക്ക് മാർക്കിൽ വലിയ വ്യത്യാസം വന്നു. അതിന്റെ ഒരു കാരണം ഇതാണ്, മറന്നു പോകരുത് കേട്ടോ. ഈ ഒരു കാരണം ഉണ്ട് എന്നുള്ളത് ഓർത്തോണം. അപ്പൊ ടെന്റേറ്റീവ് ആൻസർ കീ നിങ്ങൾക്ക് 50 കിട്ടിയാൽ അത് 50 ഫിക്സഡ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് ആ ആൻസർ കീയിലുള്ള ഉത്തരങ്ങളുടെ തെറ്റും ശരിയും അനുസരിച്ച് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അപ്പൊ SSCന്റെ ഭാഗത്തു നിന്ന് എഡിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്കിൽ മാറ്റം ഉണ്ടാവും. ഇത് ഓർത്തോണം. ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഇത്തവണ എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, റീസണിങ്ങിൽ ഈ ചോദ്യം തെറ്റല്ലേ, ഈ ചോദ്യം തെറ്റല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ കുറച്ചു പേരോട് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്നുള്ളത്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ എന്തുണ്ടാവും? എഡിറ്റുകൾ ഉണ്ടാവും. അപ്പൊ പ്രശ്നമാവുന്നല്ല, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ മാർക്കിൽ തീർച്ചയായും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളെ ഫൈനൽ മാർക്ക് ഈ 50 ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ മാർക്ക് എത്രയാണോ അതായിരിക്കില്ല എന്നോർത്തുള്ള. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസേഷനെ അത് ബാധിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു നോർമലൈസേഷൻ കിട്ടുന്നേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ കുറെ എണ്ണം തെറ്റിച്ചു, നിങ്ങൾ ഒരു 20 എണ്ണം തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവന് നോർമലൈസേഷൻ കുറവായിരിക്കും, അങ്ങനെ പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു 2 പേരുണ്ട്, 80 മാർക്ക് വെച്ചാ കിട്ടിയത്. ഇവനൊരു 10 എണ്ണം തെറ്റിയിട്ടുണ്ട്, എന്നിട്ടും 80 മാർക്ക് കിട്ടി. ഇവൻ 20 എണ്ണം തെറ്റിയിട്ടുണ്ട്, എന്നിട്ടും 80 മാർക്ക് കിട്ടി. അപ്പൊ ഇവൻ 20 എണ്ണം തെറ്റിയത് കൊണ്ട് ഇവന് കുറച്ച് അധികം നോർമലൈസേഷൻ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒരുപാട് നോർമലൈസേഷൻ കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെയൊന്നും ഇത് വർക്ക് ആവില്ല. അപ്പൊ നെഗറ്റീവ് മാർക്കിനനുസരിച്ച് നോർമലൈസേഷനിൽ വ്യത്യാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി നോർമലൈസേഷൻ എങ്ങനെയാ കണക്ക് കൂട്ടുന്നത്? ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട്. ആ ഇക്വേഷൻ ഒന്നും നമ്മളിവിടെ പറഞ്ഞ സമയം മതിയാവില്ല, നമുക്ക് ഭൂരിഭാഗം ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇക്വേഷൻ ഒന്നും വേണ്ട. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നോർമലൈസേഷൻ വർക്ക് ആവുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ഈസിയാണടാ. ഈസി, മോഡറേറ്റ്, ഹാർഡ്, ഇങ്ങനെയാണ് ഞാൻ ഷിഫ്റ്റുകളെ തിരിക്കാൻ പോകുന്നത്. ഈസി ഷിഫ്റ്റ് ഉണ്ട്, മോഡറേറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ഹാർഡ് ഷിഫ്റ്റ് ഉണ്ട്. എന്താണ് ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാല്? ഒരു ഷിഫ്റ്റിലുള്ള എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. അതെങ്ങനെയാ മനസ്സിലാക്കുക? അതിനുള്ള വഴിയാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ് ആവറേജ് മാർക്ക് എടുക്കുക. ഇപ്പോ ഷിഫ്റ്റ് ഒന്നാമത്തെ ദിവസത്തെ ഒന്നാമത്തെ ഷിഫ്റ്റില് ആവറേജ് മാർക്ക് കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ്. അതിന്റെ അർത്ഥം മാത്സ് ഈസി ആവണമെന്നാണോ? അല്ല. ഇംഗ്ലീഷ് ഈസി ആവണമെന്നാണോ? അല്ല. റീസണിങ് ഈസി ആവണമെന്നാണോ? അല്ല. GK ഈസി ആവണമെന്നാണോ? അല്ല. ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ചിലപ്പോൾ ടഫ് ആയിരിക്കും, പക്ഷെ ബാക്കി 3 എണ്ണവും വളരെ ഈസി ആയിരിക്കും. അത്യാവശ്യം എല്ലാവരും അതിൽ നല്ലപോലെ സ്കോറും ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ കുറെ ഷിഫ്റ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റിലുള്ളതെല്ലാത്തിലും ആവറേജ് മാർക്ക് കൂടുതലായിരിക്കും. ആ ഷിഫ്റ്റ് എഴുതിയവർക്കൊക്കെ മാർക്ക് പൊതുവെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആവറേജ് മാർക്ക് കൂടുതൽ വരുന്നത്. ഇനി ഞാൻ രണ്ടാമതായിട്ട് കാണിക്കാൻ പോകുന്ന ലിസ്റ്റ് മോഡറേറ്റ് എന്ന് പറഞ്ഞൊരു ഷിഫ്റ്റ് വരുന്ന ലിസ്റ്റാണ്. മോഡറേറ്റ് ആയിട്ടുള്ള ടഫ്നെസ് ഉള്ളത്. അതായത് ഈ ഭയങ്കര ഈസി അല്ല, എന്നാൽ ഭയങ്കര എന്തല്ല ഡിഫിക്കൽട്ടും അല്ലാത്ത ഷിഫ്റ്റ്. ഇവിടത്തെ ആവറേജ് മാർക്ക് എന്തായിരിക്കും? ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു ആവറേജ് മാർക്ക് ആയിരിക്കും. എന്താ പറയാ, ഭയങ്കര കൂടുതലും ആയിരിക്കില്ല, ഭയങ്കര കുറവും ആയിരിക്കില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ സെക്ഷൻസ് ടഫ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഈസി ഷിഫ്റ്റില് ഒരാൾ 100 മാർക്കാണ് ആവറേജ് എല്ലാവരും സ്കോർ ചെയ്തെന്നുണ്ടെങ്കിൽ മോഡറേറ്റിലേക്ക് വരുമ്പോൾ അത് എത്ര ആയിട്ടുണ്ടാവും? ഒരു 80 to 90, 85 ആ ഒരു റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ മാത്സ് ഭയങ്കര ടഫ് ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീസണിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ കേസുകളിലൊക്കെ നിങ്ങൾക്ക് മോഡറേറ്റ് ഷിഫ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹാർഡ് ആയിട്ടുള്ള ഷിഫ്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ എഴുതിയത് ഹാർഡ് ഷിഫ്റ്റിലാണോ, ഈ ഞാൻ തരുന്ന ലിസ്റ്റിലുള്ള ഹാർഡ് എന്ന് പറയുന്ന ഏരിയയിലാണോ നിങ്ങളുടെ ഷിഫ്റ്റ് ഉള്ളത് നോക്കുക. ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടെ ഒരു എന്താ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അഡ്വാൻറ്റേജ് ഉണ്ടാവും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കുറവായിരിക്കും. ഇതുണ്ടോ, ഇവിടെ ഇവിടെ ഒരു 80 to 90 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു 60 to 80, ഇതിന്റെ ഇടയിലുള്ള ഒരു മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം എന്നറിയോ? നിങ്ങൾ 3 സെറ്റ് ആൾക്കാരും എഴുതിയിരിക്കുന്നത് ഒരേ പോസ്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈസി ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ഇവന് കൂടുതൽ മാർക്ക് കിട്ടിയത്. കൂടുതൽ പഠിച്ചോണ്ടാണോ? അല്ല. മോഡറേറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവന് കുറച്ച് മാർക്ക് കുറവാ. ഹാർഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവന് കുറച്ച് മാർക്ക് നല്ലപോലെ കുറവാ. അപ്പോ ഈ പരീക്ഷ നടത്തുന്ന ആള് തീരുമാനിക്കും, ഇത് ഇവന്റെ തെറ്റുകൊണ്ടല്ലല്ലോ ഇവിടെ മാർക്ക് കുറഞ്ഞു പോയത്, അപ്പൊ ഇവന് ചെറിയൊരു ബോണസ് കൊടുക്കണം. അല്ലെ? നമ്മള് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ച് സമയം അധികം കൊടുക്കൂലേ? കാരണം അത് അവർ മറ്റുള്ളവരെ പോലെയല്ല, അവർക്ക് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ മറികടന്ന് മറ്റുള്ളവരെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കുറച്ചെന്ത് കൊടുക്കുന്നത്, ഒരു സമയം അധികം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇയാളുടേതല്ലാത്ത തെറ്റുകൊണ്ട് ഇയാൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കൊക്കെ കുറച്ച് മാർക്ക് അധികം കൊടുക്കാൻ സാധ്യത. അപ്പൊ ഹാർഡ് ഷിഫ്റ്റിലുള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടും. ഇപ്പൊ ഈസി ഷിഫ്റ്റിലുള്ളവർക്ക് മാർക്ക് അങ്ങനെ ഒരുപാടൊന്നും കിട്ടൂല. ചിലപ്പോൾ ഒരു മാർക്കൊക്കെ കൂടാം, ചിലപ്പോൾ എന്താ ചെയ്യാ, കുറച്ച് മാർക്ക് കുറയാം, ഒരു 5 or 6 മാർക്കൊക്കെ കുറയാം. അപ്പൊ ഈസി ആണ് നിങ്ങളെ എക്സാം എന്നുണ്ടെങ്കിൽ കുറച്ച് കുറയാനും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു 30 മാർക്കൊക്കെ കുറയോ? ഇല്ല കേട്ടോ, 30 മാർക്കൊന്നും കുറയില്ല. 15 വരെയൊക്കെ കുറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ റെയർ ആയിട്ട്, എപ്പോഴൊന്നുമില്ല, 15 മാർക്ക് വരെ കുറഞ്ഞത് കണ്ടിട്ടുണ്ട്. ഏത് നോർമലൈസേഷനിലാണ്, അത് റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു 4 മാർക്ക് വരെയൊക്കെ കുറയാം. വളരെ ഈസി ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു 4 മാർക്ക് വരെയൊക്കെയാണ് നോർമലി കുറയാറുള്ളത്. ഇനി ഒരു മോഡറേറ്റ് ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൂടുമൊന്നുമില്ല, കുറച്ച് കൂടും. ഇപ്പം ഒരു മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ, മാക്സിമം പോയ ഒരു 4 മാർക്ക് വരെയൊക്കെ കൂടും. അതാണ് ഒരു മോഡറേറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ. ഇനി വളരെ ഹാർഡ് ആയിട്ടുള്ള ഷിഫ്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് ഈ മോഡറേറ്റ് ആയിട്ടുള്ള എല്ലാ ഷിഫ്റ്റിലും 4 മാർക്ക് കൂടുമോ? ഇല്ല അല്ലെ. മോഡറേറ്റ് ഷിഫ്റ്റുകൾ കുറെ ഉണ്ടാവും. മോഡറേറ്റിന്റെ അകത്ത് തന്നെ ഈസി ഷിഫ്റ്റ് ഉണ്ടാവും. ഇപ്പൊ 4 ഷിഫ്റ്റ് മോഡറേറ്റ് ആന്ന് പറഞ്ഞു, അതിന്റെ അകത്ത് തന്നെ ഈസി ഇവനാ. ചിലപ്പോൾ ഇവന് 2 മാർക്കേ കൂടുള്ളൂ, ഇവനും 2 മാർക്കേ കൂടുള്ളൂ, ഇവനൊരു 3 മാർക്ക് കൂടും, ഇവനൊരു 4 മാർക്ക് കൂടും. അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇനി ഹാർഡ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത് ഒരു 6 മുതൽ ഒരു 12 വരെയൊക്കെ മാർക്ക് കൂടുന്നത് കണ്ടിട്ടുണ്ട്. 12ഒക്കെ റെയർ ആണ്, എന്നാലും നിങ്ങൾക്ക് ഒരു 5-6 മാർക്കൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി എക്സാം നടത്തിയ ആ ഒരു രീതി അനുസരിച്ച് സാധാരണയായിട്ട് ഏകദേശം ഒരേ ലെവലിൽ ഇവര് ഷിഫ്റ്റുകളൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചില എക്സാമുകൾ നടത്തുമ്പോൾ ചില ഷിഫ്റ്റുകൾ വളരെ ഈസിയും ചില ഷിഫ്റ്റുകൾ വളരെ ടഫും ആവാറുണ്ട്. അത്തരം കേസുകളിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഹാർഡ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾക്കുള്ളവർക്ക് നല്ല മാർക്ക് കിട്ടുകയും ഈസി ഷിഫ്റ്റുകളിലുള്ളവർക്ക് അത്യാവശ്യം മാർക്ക് കുറയുകയും ചെയ്യാറുണ്ട്. ഇതാണ് നോർമലി SSCയിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയവർക്കൊക്കെ അറിയാം നിങ്ങൾക്ക് നോർമലൈസേഷൻ എത്ര കിട്ടി. അതൊക്കെ വരും കേട്ടോ. നിങ്ങളെ സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ട് സ്കോർ കാർഡ് റിലീസ് ചെയ്യും. നമ്മുടെ ലിസ്റ്റ് വന്നതിന് ശേഷം സ്കോർ കാർഡ് റിലീസ് ചെയ്യും. സ്കോർ കാർഡിൽ നിങ്ങളെ റോ മാർക്സ് എത്രയാണ്, അതുപോലെ തന്നെ നോർമലൈസ്ഡ് മാർക്സ് എത്രയാണ്, ഈ 2 കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ എത്ര മാർക്ക് കൂടിയിട്ടുണ്ട്, എത്ര മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പാനിക് ആവണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ പോലെ വോട്ട് പെട്ടിയിൽ വീണു, ഇനി നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നിങ്ങൾ എഴുതി കഴിഞ്ഞു, ഇനി നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് റോ മാർക്ക് നിങ്ങൾ കൂടുവോ അല്ലെങ്കിൽ നോർമലൈസേഷൻ കൂടുതൽ കിട്ടുമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ആ ലിസ്റ്റിലേക്ക് പോവാം.
ആൻഡ് ആ ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഞാൻ ഇവിടുന്ന് ഡാറ്റ എടുത്തിരിക്കുന്നത് നമ്മുടെ റാങ്ക് ഐക്യു, റാങ്ക് മിത്ര എന്നൊക്കെ പറഞ്ഞ റാങ്ക് ചെക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. അപ്പം ഇന്ത്യയിൽ മൊത്തത്തില് ഈ SSC GD എഴുതിയ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ മാർക്കും റാങ്കും ചെക്ക് ചെയ്യാൻ, ചിലപ്പോൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും, മാർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റുകളിൽ എന്ത് ചെയ്യും, ലിങ്ക് കൊടുക്കും. അപ്പൊ അവിടെ നിന്ന് അവരെന്ത് ചെയ്യും, ഓ ഇവന്റെ ഷിഫ്റ്റ് ഇതാണ്, ഇവന് ഇത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇവർക്ക് ഒരു ഷിഫ്റ്റിൽ തന്നെ 10ഉം 500ഉം ആളുകളുടെ ഡാറ്റ കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാ, കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കണക്ക് പറയാൻ പറ്റും. നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുണ്ടായിരുന്നത് കേരളത്തിലുള്ള കുട്ടികളുടെ കണക്ക് എടുത്തിട്ട് അതിന്റെ അകത്തുനിന്ന് പറയാന്നുള്ളതായിരുന്നു. പക്ഷെ ഇത്തവണ തന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മളവിടെ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഏകദേശം 400 ആൾക്കാരെ തന്നിട്ടുള്ളൂ. പുറത്ത് യൂട്യൂബ് മാത്രം കണ്ടു പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും തന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മളെടുത്തൊരു കറക്റ്റ് ഡാറ്റ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്നും ഡാറ്റ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 2 വെബ്സൈറ്റുകളും പിന്നെ 1-2 വെബ്സൈറ്റുകളും കൂടെ ഉണ്ട് ബേസ് ചെയ്തിട്ടാണ്. മെയിൻ ആയിട്ട് ഈ 2 വെബ്സൈറ്റ് ആണ് ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത്. ശരി, ഇതിന്റെ ഒരു പ്രശ്നം കൂടി പറഞ്ഞുതരാം. അതായത് ഇതൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ലിസ്റ്റ് ആണ്. നമ്മുടെ കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ല. നമ്മൾ സാധാരണയായിട്ട് ദിശ അക്കാദമിന്റെ കട്ട് ഓഫ് വീഡിയോസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ അകത്ത് തന്നെയുള്ള ലിസ്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതൊരു ഓൾ ഇന്ത്യ ലിസ്റ്റ് ആണ്. അതായത് ഇന്ത്യയിൽ മുഴുവൻ, ഇപ്പം നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അവിടെയുള്ള ആളുകൾ ചില സബ്ജക്റ്റുകൾ നമ്മളെക്കാളും സ്ട്രോങ്ങും ചില സബ്ജക്റ്റുകൾ നമ്മളെക്കാളും വീക്കുമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഈ ആവറേജ് സ്കോറിൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ഡാറ്റ ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ ലിസ്റ്റ് വളരെ പ്രിസൈസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രിസൈസ് അല്ല. പിന്നെ ഞാനിത് ചെയ്യുന്നത് നമുക്ക് വേറെ ഡാറ്റയൊന്നും കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആ ലിസ്റ്റിലേക്ക് വരാം, വേറൊന്നും പോകണ്ട. ഈസി ഷിഫ്റ്റിനെ പറ്റി പറയാം. നിങ്ങൾ ഈ ലിസ്റ്റിൽ കാണുന്നതൊക്കെ എന്താ, ഈസി ഷിഫ്റ്റുകളാണ്. ഓക്കെ, 31 മെയ് 2026 10 മണിക്ക്, 10 മണിന്റെ രാവിലത്തെ ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഷിഫ്റ്റ് ആണ്. അതിൽ എഴുതിയ കുട്ടികൾക്ക് 115 മാർക്കാണ് ആവറേജ് മാർക്ക് വന്നിരിക്കുന്നത്. ഈ 115 വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എക്സ്ട്രാ സാധനങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഹിന്ദി ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ അവിടെ പറ്റുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് എന്തെടുക്കാം, റീസണിങ്ങും അതുപോലെ തന്നെ മാത്സും അതുപോലെ തന്നെ GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതിയവരുണ്ടാവും. നമുക്ക് ഈ 3 ആളുകളെയെങ്കിലും അതിന്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ പൊതുവിൽ ഈ ഒരു ഷിഫ്റ്റ് വളരെ എന്താന്ന് പറയാം, ഈസി ആണെന്ന് പറയാം. എന്നാൽ ഇംഗ്ലീഷ് ചിലപ്പോൾ ടഫ് ആയിരിക്കും, നമുക്ക് അറിയാൻ പറ്റൂല. ഈ ഡാറ്റ അത്ര പ്രിസൈസ് അല്ലെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. എന്നാൽ പോലും ഈ ഉള്ള ഡാറ്റ വെച്ചിട്ട് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് 31 മെയ്യിലെ ഈ 1ാമത്തെ ഷിഫ്റ്റ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 31 മെയ്യിലുള്ള 1ാമത്തെ ഷിഫ്റ്റ് എഴുതി ആരെങ്കിലും ഉണ്ടോ, അവരോട് ചോദിച്ചു നോക്കുക, ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നോ, മാത്സ് ഒക്കെ ഈസി ആയിരുന്നോ, റീസണിങ് ഈസി ആയിരുന്നോ, ചോദിച്ചു നോക്കണം. ആൻഡ് അതുപോലെ തന്നെ അതേ ദിവസത്തിലെ ഷിഫ്റ്റ് 3യും ഈസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു ലിസ്റ്റിൽ താഴേക്ക് വരുമ്പോഴാണ് ടഫ്നെസ് കൂടി വരുന്നത് കേട്ടോ. ഇത് ഈസിയസ്റ്റ് ഷിഫ്റ്റ് ആണ്, ഇത് കുറച്ചും കൂടെ ടഫാണ്. താഴേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ടഫാണ്, താഴേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ടഫാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റ് ഇതിന്റെ അകത്ത് ഉണ്ടോ എന്നാണ്. ഇതിന്റെ അകത്ത് നിങ്ങളെ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് ഒരു ഈസി ഷിഫ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഈ ഷിഫ്റ്റിൽ 115 ആണ് അവരെ സ്കോർ എന്നുണ്ടെങ്കിൽ ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഷിഫ്റ്റ് നോക്കിയേ, 29 ഏപ്രിൽ 2ാമത്തെ ഷിഫ്റ്റ് നോക്കിയേ, 83 ആവറേജ് സ്കോർ. അപ്പൊ ഇവന് കുറയുന്നത് ചിലപ്പോൾ 8 മാർക്കാണെങ്കിൽ ഇവന് കുറയുന്നത് ചിലപ്പോൾ 2 മാർക്കായിരിക്കും. ആ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ എല്ലാവർക്കും ഒരുപോലെയാണോ നോർമലൈസേഷൻ കുറയുക? അല്ല, ഓരോ ഷിഫ്റ്റിലും വ്യത്യസ്തങ്ങളായ നോർമലൈസേഷൻ ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. ഇനി ഇതും ഈസിയസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു 79 വരെ ആവറേജ് സ്കോർ, ഒരു 79 വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈസിയസ്റ്റ് ഷിഫ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ ലിസ്റ്റ് നോക്കുക, നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഈ ലിസ്റ്റ് നോക്കുക, ഇതിൻ്റെ അകത്താണോ നിങ്ങളുടെ ഷിഫ്റ്റ് ഇരിക്കുന്നത് നോക്കുക. ആണെങ്കിൽ നിങ്ങൾക്ക് കുറയുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് നോർമലൈസേഷൻ എക്സ്പെക്ട് ചെയ്യരുത്. ഈ ലിസ്റ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് ആൻഡ് ഈ ലിസ്റ്റിൽ നിങ്ങളുണ്ട് ആൻഡ് നിങ്ങൾക്കുള്ള മാർക്ക് 50 ആണ്, നിങ്ങൾക്കൊരു 10 മാർക്കും കൂടെ കിട്ടിയാലേ സമാധാനം ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കിട്ടൂല എന്ന് മനസ്സിലാക്കുക. ഏറ്റവും ബേസിക് ആയി ഞാനിതാ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഒരുപാടൊന്നും കൂടാൻ പോകുന്നില്ല, 1-2 മാർക്ക് ചിലപ്പോൾ
കൂടുമായിരിക്കും. ചിലപ്പോൾ 1-2 മാർക്ക് കുറയാനും സാധ്യതയുണ്ട്. നമ്മളെ ഡാറ്റ പ്രിസൈസ് അല്ലാത്തതുകൊണ്ട് ഞാൻ 10 മാർക്ക് കുറയുന്നൊന്നും പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഒരുപാടൊന്നും എന്ത് കിട്ടാൻ സാധ്യതയില്ല, നോർമലൈസേഷൻ കിട്ടാൻ സാധ്യതയില്ല. ആൻഡ് മോഡറേറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല, എന്നാലും ചെറിയ രീതിയിൽ സ്കോർ ഉണ്ടാവും. ഇപ്പൊ ചിലരുണ്ടാവും 70 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു 5-6 മാർക്കും കൂടെ കിട്ടിയ സമാധാനമായിരുന്നു, അല്ലെങ്കിൽ 3-4 മാർക്കും കൂടെ കിട്ടിയ സമാധാനമായിരുന്നു എന്നുള്ള ആളുകൾക്ക് ഈ മോഡറേറ്റ് ഷിഫ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സേഫ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്കാം. 20 മെയ് 2026 ഏകദേശം 79 മാർക്കാണ് എന്ത് വന്നിട്ടുള്ളത്, ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. അതായത് എഴുതിയ കുട്ടികളിൽ ഭൂരിഭാഗം ആളുകളുടെ മാർക്ക് ഏകദേശം 79 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പെടുന്നു മനസ്സിലാക്കണം കേട്ടോ. ആൻഡ് താഴേക്ക് വരുന്നതോറും ആ ആവറേജ് മാർക്ക് കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ മോഡറേറ്റ് ഷിഫ്റ്റ് ആണ് ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. ഇവിടെ 79 ആണെങ്കിൽ 3 താഴെ വരുമ്പോൾ അത് 77 ആവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഷിഫ്റ്റിൽ എല്ലാവർക്കും ഏകദേശം ഒരേ മാർക്കാണ്. അപ്പോൾ മോഡറേറ്റ് ഷിഫ്റ്റിൽ പെട്ട ആൾക്കാർക്കൊക്കെ ഏകദേശം ഒരേ മാർക്കാ കൂടുക. ഒരു മാർക്കാ കൂടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 1 മാർക്ക് 1.5 മാർക്ക് വെച്ച് കൂടാനാണ് സാധ്യത. 2 ആണെങ്കിൽ എല്ലാവർക്കും ഏകദേശം ആ ഒരു റേഞ്ചിലാണ് മാറാൻ സാധ്യത. ഇനി മോഡറേറ്റ് ഷിഫ്റ്റിൽ ഒരു ലിസ്റ്റും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതാണ്. ലാസ്റ്റത്തത് 7 മെയ് 2026 77 മാർക്ക് വരെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അവസാനത്തും കൂടെ പറയാം, ഞാൻ ഒരുപാട് അങ്ങ് സമയം കളയുന്നില്ല. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ എന്നീ ഒരു ഡാറ്റ ബേസ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഷിഫ്റ്റുകളാണ് കേട്ടോ. അപ്പൊ 21 മെയ് 2026 ഷിഫ്റ്റ് 2 മുതൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആണോ എഴുതിയത് രാവിലത്തെ ആണോ എഴുതിയതെന്നൊക്കെ. അപ്പൊ എക്സാമിന്റെ ഹോൾ ടിക്കറ്റിൽ നിന്നും ഡേറ്റ് നോക്കുക, ഏത് ഷിഫ്റ്റാ നോക്കുക, ഇവിടുത്തെ ആവറേജ് സ്കോർ നോക്കുക. ഇത് ഡിഫിക്കൽട്ട് ആണ്, ഉള്ളതിൽ ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഡിഫിക്കൽട്ട് ഷിഫ്റ്റിൽ കുട്ടികൾ 76 മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയൊക്കെ ഞങ്ങൾ മാറ്റി വെക്കാം. എന്നാലും നമ്മളെ കേരളത്തിലാണെങ്കിൽ പോലും ഏകദേശം ഈ ഒരു സ്കോർ തന്നെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 76 കിട്ടിയ അത്യാവശ്യം ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഓർത്തോളുക, നമ്മൾ കുറച്ചും കൂടെ എന്താവാനുണ്ട്, ഡെവലപ്പ് ആവാനുണ്ട്. നിങ്ങൾ ഒരു ഈസി ഷിഫ്റ്റിലായിട്ട് പോലും നിങ്ങൾക്ക് ഒരു 40 മാർക്കൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടന്റിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം. കുറച്ചും കൂടെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനുണ്ട്, കുറച്ചും കൂടെ വൃത്തിയായി പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ SSCനെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഷിഫ്റ്റുകൾ നോക്കുക. ഇതിൽ ഏതെങ്കിലും ആണ് നിങ്ങളെ ഷിഫ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നോർമലൈസേഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക. ഒരു കാര്യം അവിടെ ഉള്ളത്, ഞാൻ ഈ +1 +2 എന്നൊന്നും പറയുന്നത് SSC എന്നെ വിളിച്ച് പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ. ഹലോ, ഇത് ദിശ അക്കാദമിയിലെ അതുലല്ലേ, മോഡറേറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു 2 മാർക്ക് കൂട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാന് മുമ്പ് കണ്ട ഒരു പാറ്റേൺ വെച്ച് പറയുന്നതാ. പക്ഷെ മുമ്പ് കണ്ട പാറ്റേണും ഈ വർഷത്തെ പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഏകദേശം 30,000 വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വേക്കൻസികൾ കൂടിയിട്ടില്ല. അപ്പൊ വേക്കൻസികൾ കുറയുന്നത് നോർമലൈസേഷൻ വ്യത്യാസം ഉണ്ടാവാൻ കാരണമാവും. ചിലപ്പോ ഈ 2 മാർക്കിന് പകരം 4 മാർക്കൊക്കെ കൂടി എന്ന് വരാം. അപ്പൊ നോർമലൈസേഷൻ ഈ വേക്കൻസിയും കൂടെ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു 50,000 ഒക്കെ ആവുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് എക്സാക്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, അല്ലാത്ത പക്ഷം ചെറിയ വേരിയേഷൻസ് അതിൽ വരാം. പക്ഷെ കൂടും എന്ന് പറഞ്ഞാൽ കൂടും തന്നെ ആയിരിക്കും, കുറയും എന്ന് പറഞ്ഞാൽ മിക്കവാറും കുറയും എന്ന് തന്നെ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞ ഈസി ഷിഫ്റ്റിലൊക്കെ 1-2 മാർക്ക് കുറയാൻ തന്നെയാണ് സാധ്യത എന്ന് ഓർത്തോണം. ശരി, ഇനി ഈ ലിസ്റ്റില് ഹാർഡ് ഷിഫ്റ്റില് അവസാനത്തെ ഒരു സെറ്റും കൂടെ ഉണ്ട്. ഇതാണ് ഏറ്റവും അവസാനത്തെ ഹാർഡ് ഷിഫ്റ്റ്. അപ്പൊ എനിക്ക് കിട്ടിയ ലിസ്റ്റ് പ്രകാരം ഹാർഡസ്റ്റ് ഷിഫ്റ്റ് 25 മെയ്യില് രാവിലെ നടന്ന ഷിഫ്റ്റ് ആണ്. ഓക്കെ, ഏകദേശം 70 ആണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുള്ള, നിങ്ങൾ പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി നിങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എന്നോട് 1-2 മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതാ മിസ്സായെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും മിസ്സായതുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, അത് ഹാർഡ് ഷിഫ്റ്റിൽ പെടുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ഷിഫ്റ്റും ഏറ്റവും ഹാർഡസ്റ്റ് ഷിഫ്റ്റും എടുക്കാം. അത് പറയാനൊരു കാരണമുണ്ട്. നോക്കിയോ, ഈസിയസ്റ്റ് ഷിഫ്റ്റ് 31 മെയ് രാവിലത്തെ ഷിഫ്റ്റ്. ഓക്കെ, ഈസിയസ്റ്റ് 31 മെയ് 10 AM ഷിഫ്റ്റ്. ഹാർഡസ്റ്റ് ഷിഫ്റ്റ് എത്രയാ? 25 മെയ് എത്രയാ? 10 AM ഷിഫ്റ്റ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? പൊതുവെ കുട്ടികൾ പറയാറുണ്ട്, ഒന്നാമത്തെ ദിവസം എക്സാം ഭയങ്കര എളുപ്പവും അവസാനത്തിലേക്ക് പോകുമ്പോൾ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ സാർ, എനിക്ക് ലാസ്റ്റ് ഡേ കിട്ടിയത്, എക്സാം ഏറ്റവും ടഫ് ആയിരിക്കൂലേ എന്ന് ചോദിക്കും. ആണോ? ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്ത് നടന്ന എക്സാമാണ്. ഇതില് ടഫ്നെസ് നമ്മൾ എങ്ങനെയാ വരുന്നത്? ഇതിനകത്ത് ആദ്യം നടന്ന എക്സാമിന് ടഫ്നെസ് കൂടുതലും
അവസാനത്തേക്ക് നടക്കുന്ന എക്സാമിന് ടഫ്നെസ് കുറവും. അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ എക്സാം നടത്തുന്ന ആളുകൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് 10-30,000 ക്വസ്റ്റ്യൻസ് ഉള്ള പൂൾ ഉണ്ടാക്കും. 30,000 ഞാൻ വെറുതെ ഒരു നമ്പർ പറഞ്ഞ കേട്ടോ. ഇങ്ങനെ ഒരു വലിയ പൂൾ ഉണ്ടാക്കും. ഇതിന്റെ അകത്ത് നിന്ന് റാൻഡം ആയിട്ട് 20 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുക, നിങ്ങളെ മാത്സിന്റെ ഷിഫ്റ്റിലേക്ക് പോവുക. ഇതുപോലെ തന്നെ റീസണിങ്ങിന് ഒരു പൂൾ ഉണ്ടാവും, ഇംഗ്ലീഷിന് ഒരു പൂൾ ഉണ്ടാവും, GK ഒരു പൂൾ ഉണ്ടാവും. എല്ലാത്തൊന്നും റാൻഡം ആയിട്ട് 20 ക്വസ്റ്റ്യൻ വരിക ചെയ്യുക. അല്ലാതെ ഇന്ന് ഒന്നാമത്തെ ദിവസമല്ലേ, ഇന്ന് കുറച്ച് ടഫ് കിടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതല്ല. അങ്ങനെയല്ല ഇത് വർക്കാവുന്നത് മനസ്സിലാക്കണം. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾ എല്ലാവരും പാനിക് ആയിട്ട് ഇരിക്കുകയാണ്. ഈ സാധനം മുതലെടുത്തിട്ട് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല, എന്നാ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതിലൊരു മുതലെടുപ്പ് നടത്തുക എങ്ങനെയാന്ന് വെച്ചാല്, എടാ ഇത് ഇങ്ങനെയാണ്, ഇത്ര മാർക്ക് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാനിക് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ കൂട്ടുമ്പോ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാതെയാവും. അങ്ങനെ ഒരു ടെൻഷൻ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയി ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയാണ് നോർമലൈസേഷൻ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈസി ആൻഡ് ഹാർഡസ്റ്റ് ഷിഫ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈസി ഷിഫ്റ്റിൽ പെട്ടതുകൊണ്ട് നിങ്ങളെ ജീവിതം അവസാനിക്കാൻ പോകുന്നൊന്നുമില്ല. നിങ്ങൾ മര്യാദയ്ക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കുക. ഒരു ഈസി ഷിഫ്റ്റ് നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. 1-2 മാർക്കിന്റെ കൂടുതലോ കുറവുകളോ നമ്മളെ ജീവിതത്തിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. ഒരിക്കലും നമ്മളെ കയ്യിലല്ലാത്ത നോർമലൈസേഷൻ എന്നുള്ളൊരു സാധനം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിക്കരുത്. അല്ലെ, നിങ്ങൾ ലോട്ടറി എടുത്ത് 1 കോടി ആൾക്കാർ ലോട്ടറി എടുത്തിരിക്കും. ഈ ലോട്ടറി അടിച്ചിട്ട് വേണം നാളെ എനിക്ക് ചോറ് തിന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല. അതാണ് നോർമലൈസേഷൻ. അതുകൊണ്ട് എല്ലാ ദിവസവും പണിയെടുത്ത് ചോറ് തിന്ന എന്ന് പറയുന്ന പോലെ തന്നെ നന്നായി പഠിച്ച് എക്സാം എഴുതിയ ഒരാളെ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കിൽ വിശ്വസിക്കുക. ആ മാർക്ക് അല്ലെങ്കിൽ ഞാൻ പഠിച്ച ആ ഒരു എഫേർട്ട് പേ ഓഫ് ചെയ്യും. അതിന് നിങ്ങൾ സംശയം ഒന്നും വിചാരിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളാം. ഇനി അഥവാ ഈ പ്രാവശ്യം കിട്ടിയില്ല, ഏജ് ഓവറായി പോയി, നിങ്ങൾ പഠിച്ചില്ലേടാ, നിങ്ങൾ ആ പഠിച്ച സാധനങ്ങളില്ലേ ഒന്നുകൂടെ എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ പേഴ്സണൽ സജഷനാണ്, നിങ്ങൾക്കൊരു 26 വയസ്സ് വരെ എന്ത് ചെയ്യാം, എക്സാമുകൾക്ക് ട്രൈ ചെയ്യാം. തെറ്റൊന്നും ഇല്ല. ഓക്കെ, 26 വയസ്സ് നിങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 26 വയസ്സ് വരെ എന്ത് ചെയ്തോളാം, മറ്റ് എക്സാമുകൾക്ക് ട്രൈ ചെയ്തോളാം. പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വിട്ടോ, നിങ്ങൾ വേറെ കരിയർ നോക്കി, വേറെ കരിയർ ഉണ്ടെങ്കിൽ നോക്കി പോയിക്കോ. ഒരിക്കലും SSCയിലെ ജോലി കിട്ടുക എന്ന് പറയുന്നൊന്നുമല്ല ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ കാര്യം. എന്നാൽ പോലും നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ CPO മറ്റേ SICPO സബ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. സിലബസ് സിമിലർ ആണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നത്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എക്സാം എഴുതി എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് എക്സാമിന് വേണ്ടി വൃത്തിയായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇപ്പം ഒരുപാട് കുറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റും. സിസ്റ്റത്തിനെ കുറ്റം പറയാൻ പറ്റും, നിങ്ങൾക്ക് റിസർവേഷനെ കുറ്റം, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, അത് നമ്മളെ കയ്യിലിരിക്കുകൊണ്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഇതിന് അടിയറവ് പറയാന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വീണു പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, അത് സ്വന്തമായി മനസ്സിലാക്കുക. എങ്ങനെ മാർക്ക് കൂട്ടാൻ പറ്റും, കുറച്ചും കൂടെ നേരത്തെ ബെറ്ററായി പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല നിങ്ങൾ ദിശ അക്കാദമിന്റെ കോഴ്സ് തന്നെ എടുത്ത് പഠിക്കണം. നിങ്ങൾക്ക് ആരെയാണോ വിശ്വാസം നിങ്ങൾക്ക് അവിടെ കോഴ്സ് എടുത്ത് പഠിക്കാം. ഇനി കോഴ്സ് എടുത്ത് പഠിക്കണം നിർബന്ധമുണ്ടോ? വേണ്ട. ഈ കഴിഞ്ഞ 2019-20 മുതലുള്ള ഈ ഒരു കാലഘട്ടത്തില് നമ്മളൊക്കെ മുന്നിൽ കൂടെ ആയിരക്കണക്കിന് കുട്ടികൾ കോഴ്സ് ഒന്നും എടുക്കാതെ പഠിച്ച് GD ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തരുന്നതായിരിക്കും. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് ഒറ്റ കാര്യം കൂടെ പറയാം. ഈ വരും ദിവസം മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടുത്ത സെറ്റ് ഓഫ് ഫ്രീ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം എനിക്കറിയാം ഒരുപാട് ആളുകൾ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ യൂട്യൂബിൽ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. അപ്പൊ അതും കൃത്യമായി ഫോളോ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ, കഴിഞ്ഞ വർഷമൊക്കെ നോക്കിയിരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, ജോയിൻ ചെയ്തോളാം. അപ്പൊ എല്ലാവരും ഏതെങ്കിലും ഒരു ഹാർഡ് ഷിഫ്റ്റിൽ പെട്ടിട്ടുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നോർമലൈസേഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയൊന്നും എന്തെങ്കിലും ഒരു മാറ്റം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മൾ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് കാണാം. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ്. അപ്പം ഇതൊരു ടേണിംഗ് പോയിന്റ് ആവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇരട്ടി ശക്തിയോടെ
തിരിച്ചു വരാം അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ച് നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാം. അടുത്ത ആഴ്ചത്തെ ക്ലാസ് മുതൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ്